കോളറക്ടൽ ക്യാൻസർ അഥവാ വൻകുടലിലെയും മലാശയത്തിലെയും ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് ഇന്ന് കേരളത്തിൽ വളരെയധികം കൂടി വരുന്നു. പണ്ട് ഇത് പ്രായമുള്ള ആൾക്കാരിലാണ് കണ്ടുവന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അത് യുവാക്കളിലും യുവതികളിലും അതിൻ്റെ ഇൻസിഡൻസ് കൂടിക്കൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ 1,00,000 ആൾക്കാരെ എടുക്കുകയാണെങ്കിൽ അതിൽ 80 തൊട്ട് 100 വരെയുള്ള ആൾക്കാർക്ക് കോളറക്ടൽ ക്യാൻസർ കണ്ടുവരുന്നു. ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, മലത്തോടൊപ്പം ബ്ലീഡിംഗ് ഉണ്ടാകാതെ രക്തം പോവുക. റീസെൻറ്റ് ചേഞ്ച് ഇൻ ബവൽ ഹാബിറ്റ്സ്, അതായത് മലശോധനയിൽ അടുത്തിടയ്ക്ക് അത് പോകുന്നതിൻ്റെ അളവിലും മറ്റും വ്യതിയാനം ഉണ്ടാകുക. മലത്തോടൊപ്പം ഒരു കൊഴുപ്പുള്ള ദ്രാവകം പോലെ പോവുക. ശരീരഭാരം കുറയുക, വിശപ്പ് കുറയുക, വിളർച്ച, ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം തന്നെ ചിലപ്പോൾ റുട്ടീൻ ചെക്കപ്പിൽ പ്രത്യേകിച്ച് കുടലിൽ പരിശോധിക്കുമ്പോഴത്തേക്ക് പോളിപ്സ് ആയിട്ടും ഇത് കാണാറുണ്ട്. ഇവയൊക്കെയാണ് മലദ്വാരത്തിൽ ക്യാൻസർ അഥവാ കൊളറക്ടൽ ക്യാൻസറിൻ്റെ സാധാരണ രോഗലക്ഷണങ്ങൾ. എത്രയും പെട്ടെന്ന് അസുഖം കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നതാണ് ഉത്തമം. ഇത് നമ്മൾ എന്തൊക്കെ ടെസ്റ്റൊക്കെയാണ് പറ്റുന്നത് നോക്കാം. ഒന്ന്, CA എന്ന് പറഞ്ഞ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. 2, ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ്, അതായത് മലത്തിനകത്ത് രക്തത്തിൻ്റെ അംശം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ്. കൊളോണോസ്കോപ്പി, CT. ഈ ടെസ്റ്റുകളിലൂടെയാണ് കൊളറക്ടൽ ക്യാൻസർ അഥവാ മലദ്വാരത്തിലെ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നത്. ഈ ടെസ്റ്റുകൾ ചെയ്താൽ അസുഖം ഉണ്ടെന്ന് മാത്രമല്ല അതിൻ്റെ സ്റ്റേജ് ഇതിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മേൽ പറഞ്ഞ രോഗലക്ഷണങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നിസ്സാരവൽക്കരിക്കാതെ എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ തേടുകയായിരിക്കും വേണ്ടത്. കൊളറക്ടൽ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം, ചികിത്സിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രാരംഭഘട്ടത്തിൽ ഇതിന് സർജറിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. സർജറി ഓപ്പൺ സർജറി ആയിട്ടും ചെയ്യാം, കീഹോൾ സർജറി ആയിട്ടും ചെയ്യാം. അഡ്വാൻസ് സ്റ്റേജസിൽ ഇതിന് കീമോതെറാപ്പി അല്ലെങ്കിൽ റേഡിയോതെറാപ്പിയാണ് ചികിത്സയായിട്ട് സാധാരണ കൊടുക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ആശാവഹമായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ കൊളറക്ടൽ ക്യാൻസറിൻ്റെ ഡിസീസ് ഫ്രീ സർവൈവൽ, അതായത് അസുഖമില്ലാതെ ദീർഘകാലം ജീവിക്കുന്നത്. ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാൽ അസുഖമില്ലാതെ ദീർഘകാലം ജീവിക്കുന്നതിൻ്റെ പീരീഡ് സാധാരണ ക്യാൻസറുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വളരെ കൂടുതലാണ്. ഇതൊരു നല്ല കാര്യമാണ്. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. അസുഖം വരാതെ നോക്കുന്നതാണല്ലോ അസുഖം വന്നിട്ട് ചികിത്സയെക്കാട്ടിലും ഉത്തമം. അതിന് ചെയ്യാവുന്ന ഒന്നാമത്തെ കാര്യം നമ്മളൊരു സ്ക്രീനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. അതായത് 45 വയസ്സ് കഴിഞ്ഞ് എല്ലാവരും ഒരു കൊളോണോസ്കോപ്പി ചെയ്യുന്നതാണ് ഉത്തമം. കൊളോണോസ്കോപ്പി എന്ന് വെച്ചാൽ വൻകുടലിലൊരു ട്യൂബിട്ട് പരിശോധിച്ച് നോക്കുക. കാരണം പലപ്പോഴും ഈ ക്യാൻസർ ഒരു പോളിപ്പ്, ഒരു ചെറിയൊരു ദശയായിട്ട് വന്നിട്ട് വളർന്ന് ക്യാൻസർ ആകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. എന്നാൽ ഫാമിലി ഹിസ്റ്ററി ഉള്ളവർക്ക്, കുടുംബത്തിൽ വേറെ ആർക്കെങ്കിലും ക്യാൻസർ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ കൊളോണോസ്കോപ്പി അണ്ടർഗോ ചെയ്യുകയായിരിക്കും വേണ്ടത്. ഒരു വെസ്റ്റേണൈസ്ഡ് ലൈഫ് സ്റ്റൈലാണ് കൊളറക്ടൽ ക്യാൻസർ കൂടാൻ ഒരു പ്രധാനപ്പെട്ട കാരണം, എസ്പെഷ്യലി യുവാക്കളിൽ. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, ഒന്ന്, അമിതവണ്ണം വരാതെ നോക്കുക. അതിന് നന്നായിട്ട് വ്യായാമം ചെയ്യുക. ഭക്ഷണത്തിൽ പച്ചക്കറി, ഇലക്കറി, ഫ്രൂട്ട്സ് ഇവ നന്നായിട്ട് എടുക്കുക. റെഡ് മീറ്റ് കുറയ്ക്കുക. മറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സ്മോക്കിങ്, ആൽക്കഹോൾ ഇവ ഒഴിവാക്കുക. ഇവയിലൂടെ എല്ലാം കൊളറക്ടൽ ക്യാൻസറിൻ്റെ ഇൻസിഡൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ഈ കോൺഫറൻസിലൂടെ, ഈ ബി ക്രിസ്പ് എന്നുള്ള കൊളറക്ടൽ കോൺഫറൻസിലൂടെ നമുക്ക് 2 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, പൊതുജനത്തിനിടയിൽ കൊളറക്ടൽ ക്യാൻസറിനെ കുറിച്ചുള്ളൊരു അവെയർനെസ് കൂട്ടുക. അപ്പോൾ നേരത്തെ കണ്ടുപിടിച്ച നേരത്തെ ചികിത്സിക്കാൻ കഴിയുക. 2, ഇത് ട്രീറ്റ് ചെയ്യുന്ന ക്ലിനീഷ്യൻസിന് ഇതിൻ്റെ ഏറ്റവും നല്ല ചികിത്സാ രീതികൾ എന്തൊക്കെയാണ്, ഇതിൻ്റെ ലേറ്റസ്റ്റ് ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്ത് അവ ഞങ്ങളുടെ പ്രാക്ടീസിൽ ഉൾപ്പെടുത്തുക. ഈ 2 ലക്ഷ്യങ്ങളാണ് ഈ ബി ക്രിസ്പ് കോൺഫറൻസിലൂടെ നമ്മൾ കൈവരിക്കാൻ ശ്രമിക്കുന്നത്.